മൂന്നാമതായി ഫത്ഹുൽ ബാരി എണ്ണി പറഞ്ഞത് വഫി ഇലാഹിയതിഹി വമുൽകിഹി വതദ്ബീരിഹി ലാ ശരീക ലഹു, ഇലാഹാവുക എന്നതിൽ അല്ലാഹ് ഏകനാണ്, അവന്റെ അധികാരങ്ങളിൽ അവൻ ഏകനാണ്, എല്ലാത്തിനും നിയന്ത്രണങ്ങളിൽ അല്ലാഹു തആല ഏകനാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. അഥവാ ഇലാഹ് അല്ലാഹു മാത്രം, മാലിക് ആധിപത്യമുള്ളവൻ അല്ലാഹു തആല മാത്രം, മുദബ്ബിർ എല്ലാം നിയന്ത്രിക്കുന്ന തദ്ബീറുള്ളവൻ അല്ലാഹു തആല മാത്രം. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തിയ തൗഹീദിന്റെ കാതൽ, അതിൽ നിന്ന് സമുദായത്തെ അട്ടിമറിക്കുകയും അല്ലാഹു അല്ലാത്തവർ ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് കാലങ്ങളായി സൂഫികൾ പരിചയപ്പെടുത്തിയ ആ ആശയം ഇന്ന് നമ്മുടെ നാട്ടിൽ മലയാള ഭാഷയിൽ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും വരെ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി. CM മടവൂർ എന്ന് പറയുന്ന ഈ ജില്ലയിൽ മറപെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ലോകത്തിന് നിയന്ത്രണമെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി. അത്തരം സംസാരം സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. സർവ അധികാരങ്ങളും അതിനുള്ള തസ്രീഫാത്തുകൾ, ക്രയവിക്രയാധികാരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചോളണം. കണ്ടോ, അത് വിശ്വസിച്ചോളം എന്നാ പ്രഖ്യാപിച്ചത്. സർവ്വധികാരങ്ങളും സർവ്വനിയന്ത്രണങ്ങളും തസറുഫാത്തുകൾ, കൈകാര്യാധികാരങ്ങൾ എല്ലാം ശൈഖുനാക്ക് നൽകിയെന്ന് വിശ്വസിച്ചോളണമെന്ന് പറയുന്നിടത്തേക്ക് ഇന്ന് ഈ ഉമ്മത്തിന്റെ വിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഖുത്ബ് എന്ന പേരിലും ഖുത്ബ് സമാൻ എന്ന പേരിലും ഗൗസുൽ ആലം എന്ന പേരിലും ഖുത്ബുൽ അഖ്താബ് എന്ന പേരിലും അഗയാസുൻ നുഖബാഉം നുജബാഉം ഔതാദും എന്നുള്ള വ്യത്യസ്തമായ ഓമന പേരിട്ടുകൊണ്ട് ഈ ശരീക്കുമാരെ, പങ്കുകാരെ പ്രചരിപ്പിക്കാനാണ് ഇവിടെ പൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്